നമുക്ക് ബ്രേക്കപ്പ് ആവുന്ന മിയോങ് പറയുന്നുണ്ട്. എന്താണ് റീസൺ, ഇപ്പൊ എന്താ സംഭവിച്ചത്, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനായിട്ട് സൂക്ചൂട് പറയും. എൻ്റെ അടുത്ത് ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ചോദിക്കരുത്, ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു, അത്രയും തന്നെ സന്തോഷമായിരുന്നു. വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഇയാളുടെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോ എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ബ്രേക്കപ്പ് ആവാം. എൻ്റെ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമാണെന്ന് പറയും. ഞാനിപ്പോൾ കേട്ടത് സത്യമാണോ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ സുക്ചൂൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മിയോ സോറി പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ഇവനാണെങ്കിൽ പുറകെ വിളിച്ചിട്ട് എപ്പോഴെങ്കിലും ഈ പറഞ്ഞത് തെറ്റായി പോയി എന്ന് തോന്നുവാണെങ്കിൽ തിരിച്ചു വന്നോളൂ, ഞാൻ എപ്പോഴായാലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് പറയും. രണ്ടുപേരുടെ മനസ്സിൽ കൂടി പല പല ഓർമ്മകൾ ഇങ്ങനെ പോവുകയാണ്. കുറച്ചു ദൂരം ചെന്നിട്ട് മിയോ തിരിച്ചു വന്ന് നോക്കും. പക്ഷേ സുക്ചൂൾ അന്നേരത്തേക്ക് പോയിട്ടുണ്ടാവും. ഡോക്ടർ ജാങ് സോക്കിയെ കാണാനായിട്ട് വരും. എന്റെ തീരുമാനം മാറിയോ എന്ന് അറിയാനായിട്ടാണ് വന്നതെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് സോഫി പറയും. അതല്ല, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടെന്ന് ഡോക്ടർ ജാങ് പറയുന്നുണ്ട്. ബ്രേക്കപ്പ് ആവണം എന്നാണോ എങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഇവള് പറയും. അത് കേൾക്കുന്നുണ്ടേ, നിനക്ക് ബ്രേക്കപ്പ് ആവണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ, പിന്നെ നിനക്ക് സ്റ്റേറ്റ്സിൽ പോകണമെന്ന് പക്ഷേ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കും. അവൾ ഉണ്ടെന്ന് പറയും. ഞാൻ ഇന്ന് ഹോസ്പിറ്റൽ ഡയറക്ടറിനെ കണ്ടായിരുന്നു. അയാളുടെ മോളി എന്നിട്ട് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞത്, ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരിക്കലും വന്നിട്ട് പോകുന്ന ഒരാളാണ്, അതങ്ങനെ കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അപ്പോൾ അയാളുടെ അടുത്ത് തിരിച്ചു പറഞ്ഞത്, എനിക്ക് ആ കുട്ടിയുടെ അടുത്ത് ചെറുതിലേ മുതൽ ക്രഷ് ഉണ്ടായിരുന്നു, അന്ന് മുതൽ ഞാൻ പുറകെ നടന്നതാണ്. ഇപ്പോൾ ഞാൻ അവളെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ ഒരാളെ പറ്റി അങ്ങനെ പറയരുതെന്നാണ്. പിന്നെ ഡയറക്ടറെ സമ്മതിക്കാഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേറ്റ്സിൽ പഠിക്കാൻ പോകുന്നത് മാറ്റി മാറ്റി വെച്ചത്. ഇനിയിപ്പോൾ താങ്കളുടെ സമ്മതം ഞാൻ നോക്കുന്നില്ല, ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കുന്നതെന്ന് പറയും. അപ്പൊ ഇവര് ഡേറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് സോഫി അടുത്ത് ഡോക്ടർ ജാങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവന് ബുദ്ധി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഇഷ്ടപ്പെടുന്നതെന്ന്. അപ്പൊ അവനൊരു ഡ്രീം ഉണ്ട്, അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നാണ് അവൾ പറയുന്നത്. അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഓർത്തപ്പോൾ എനിക്ക് മനസ്സിലായി അത് എന്റെ മാത്രം ഡ്രീം അല്ലായിരുന്നു, നമ്മുടെ ഡ്രീം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ കൂടെ സ്റ്റേറ്റ്സിലേക്ക് വരുവാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേനും ഇവള് കരയും. ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു, ആ പൈസയും കൊണ്ട് വീട്ടിലെ കടം വീട്ടാനായിട്ട് ഞാൻ തീരുമാനിച്ചേക്കുവാണ്. അതൊന്നും കണ്ടില്ല എന്ന് വെച്ചിട്ട് അവരെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് എന്റെ കാര്യം നോക്കി സ്റ്റേറ്റ്സിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് പൊട്ടിക്കരയും. മീവന ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരും. അവള് ചെല്ലുന്നുണ്ടെ അമ്മ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്, അതുകൊണ്ട് തന്നെ എമർജൻസി സർജറി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നേഴ്സ് പറയും. അതുവരെയുള്ള ഓർമ്മകളെല്ലാം മിയോങ്ങിന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകും. അന്നേരമാണ് അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസ് എന്താണെന്നും അവൾക്ക് ഓർമ്മ വരുന്നത്. പിയാനോ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അത് ദൂരെ പോയിട്ടാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ആ ദിവസം ഒരുപാട് കാലം ഓർത്തിരിക്കണം എന്നാണ് അമ്മ അവളോട് ആവശ്യപ്പെടുന്നത്. അതാണ് അവള് പ്രോമിസ് ചെയ്യുന്നത്. സർജറി സക്സസ്ഫുൾ ആകത്തില്ല, മിയോങ്ങിന്റെ അമ്മ മരിക്കും. മിയോങ്ങിന്റെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് സോഫിയും യങ്സും ഡോക്ടർ ജാങ്ങും എല്ലാം ആണ് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. കാര്യം അറിയുമ്പോഴത്തേക്കും ടേഹൂണ് വരും. പുറത്തിറങ്ങിയിട്ട് സുക്ചൂണിന്റെ അടുത്ത് മിയോങ്ങിന്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് ടേഹൂൺ പോകുന്നത്. ചടങ്ങെല്ലാം കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് താമസം മാറാനായിട്ട് തീരുമാനിച്ചു, ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുകയാണ്, അമ്മയുടെ ഹോം ടൗൺ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് മിയോങ് സുക്ചൂണിന്റെ അടുത്ത് പറയും. ഞാൻ കൂടെ വരട്ടെ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടത്തില്ല. മീൽസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്, ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് തുടങ്ങും. ചെല്ലരുതെന്നുള്ളത് കൊണ്ടാണല്ലോ അവൾ മറുപടി ഒന്നും പറയാഞ്ഞത്, അതുകൊണ്ടാണ് അവൻ പോകാൻ തുടങ്ങുന്നത്. പക്ഷെ അവൻ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും മിയോങ് അവൻ്റെ അടുത്ത് പറയും, ഞാൻ അങ്ങനെ പറഞ്ഞത് ഇയാൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര ഹാപ്പി ആയിരുന്നു ഇയാളെ ഞാൻ വീണ്ടും കണ്ടപ്പോഴെന്ന് ഇയാൾക്ക് തന്നെ അറിയാമല്ലോ. പക്ഷെ എന്റെ കൂടെ ആണെങ്കിൽ, നമ്മൾ ഒരുമിച്ചാണെങ്കിൽ അത് ഇയാളുടെ ജീവിതം തന്നെ ഭീഷണിയാണെന്ന് എനിക്കറിയാം. ഞാൻ അറിയാതെ തന്നെ പല കാര്യങ്ങളും എനിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം. അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നും. പക്ഷെ എനിക്ക് ഇയാളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് മിയോങ് കരയും. അത് കേൾക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ അവളുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. ഞാൻ കൂടുതൽ കൺസിഡറേറ്റ് ആവേണ്ടതായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവൻ പറയുന്നത്. ഡോക്ടർ ജാങ് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരമാണ് സോഫി പോവുകയാണെന്ന് പറയാനായിട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് ചോദിക്കും, ശരിക്കും പോകുന്നില്ലേ ചോദിക്കുമ്പോൾ റിഗ്രറ്റ് ചെയ്യത്തില്ലേ എന്ന് ചോദിക്കും. ഞാനത് കരഞ്ഞു തീർത്തു, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, പക്ഷെ ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് അവൻ പറയും. ഓൾറെഡി ഡയറക്ടറുടെ ബാഡ് സൈഡിൽ ആയി, ഇനിയിപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നെ തന്നെ ആക്കിയിട്ട് പോവുകയാണോ എന്ന് സോഫി ചോദിക്കും. ഞാൻ എന്തായാലും തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാം, ഇയാളൊന്നും കൊണ്ടുവരണ്ട എന്ന് പറയും. അങ്ങനെ പറ്റത്തില്ല, അവിടെ വരുമ്പോഴത്തേക്കും ഒരുപാട് ചിലവുണ്ടല്ലോ, അതപ്പോൾ ഡോക്ടർ ജാങ് ചിലവാക്കേണ്ടി വരും, അതെനിക്ക് ഇഷ്ടമില്ല. പിന്നെ ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നതിന് അമ്മയും എതിരാണ്, അമ്മ എത്ര ചബാണാണെന്ന് അറിയാലോ, അതുകൊണ്ട് എനിക്ക് പോകണം എന്നിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകും. ചാങ്സ് സൂക്ചുവിന്റെ അച്ഛനെ കാണാൻ വരും. കഴിഞ്ഞ ദിവസം ടേഹുൺ അവന്റെ ആൾക്കാരെ വിട്ട് എന്റെ ബാർ ആക്രമിച്ചു, അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയും. നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, തൽക്കാലം ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല, ഞാൻ എക്സോസ്റ്റഡ് ആണ് മെന്റലിയും ഫിസിക്കലിയും. ഒന്നാലോചിക്കുമ്പോൾ എൻ്റെ ഗ്യാങ്ങിൽ നിന്ന് ടേഹൂൺ അങ്ങനെ പോകാനായിട്ട് പാടില്ലായിരുന്നു.
അവനൊരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ട് പോലും ഞാൻ സാങ്ങോട് പറഞ്ഞതൊക്കെ മിണ്ടാതെ കേട്ടോണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. ടേഹൂൺ അത്രയ്ക്കും മിടുക്കനായിരുന്നു. കുറെ കഴിയുമ്പോൾ അവൻ എന്റെ കമ്പനി തട്ടിയെടുത്താലോ എന്നൊരു പേടി എനിക്ക് വന്നതുകൊണ്ടാണ് സാങ്ങോട് പറഞ്ഞത് കള്ളമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നത്. ടേഹൂൺ ഒരിക്കലും അവിടുന്ന് പൈസ തട്ടിയെടുക്കത്തില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. ഞാൻ ഒരിക്കലും അവനോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. വീണ്ടും പഴയതുപോലെ ആകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ നിന്റെ തെറ്റ് മനസ്സിലാക്കിയല്ലോ എന്ന് അച്ഛൻ പറയുമ്പോഴത്തേക്കും എന്റെ ഭീരുത്വം കൊണ്ടായിരുന്നു അതെനിക്കിപ്പോൾ മനസ്സിലാവുന്നു എന്ന് ഇയാൾ പറയും. അത് സാരമില്ല, എന്റെ മോന്റെ ജീവിതവും എന്റെ പ്രൈഡ് കാരണം ഇല്ലാതായതാണ്. ഞാൻ ജയിലിൽ പോയപ്പോൾ നീ സ്വമേധയാണ് എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു വന്നത്. പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചപ്പോൾ അതെന്തോ കുറച്ചിലാണെന്ന് വിചാരിച്ചിട്ടാണ് കമ്പനിയിൽ സൂക്തൂളിനെ ചേർക്കാമെന്ന് ഞാൻ ചോദിച്ചത്. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇല്ലെങ്കിൽ അവന്റെ ഭാവി വേറെ ആയിട്ട് മാറുമായിരുന്നു. ഞാൻ കാരണം അവന്റെ ഭാവി ഇല്ലാതായി എന്നൊക്കെ അച്ഛനും പറയും. അപ്പൊ ചാങ്സോ അച്ഛനടുത്ത് ചോദിക്കുന്നത് ഞാൻ ഇനി ഒറ്റയ്ക്കായി പോകുമോ എന്നാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ചാങ്സോന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുമ്പോൾ അച്ഛൻ പറയുന്നത് നിനക്ക് ഞാനുണ്ട്, നിനക്ക് എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരാം, എന്നെ നിനക്ക് വിശ്വസിക്കാം എന്നാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അയാള് കുറച്ച് പൈസ അച്ഛന് കൊടുക്കും. സൂക്ചൂള് രാജിവെച്ചു, എൻ്റെ കമ്പനിയിൽ നിന്ന് അവൻ പോയി. ഇത് ഇത്രയും കാലം അവൻ എനിക്ക് വേണ്ടി ചെയ്ത ജോലിക്കുള്ള പ്രതിഫലമായിട്ട് കരുതണം എന്ന് പറയും. പക്ഷെ അച്ഛൻ അത് വാങ്ങിക്കത്തില്ല. എനിക്കിത് വാങ്ങിക്കാനുള്ള അർഹതയില്ല, ഞാനിത് വാങ്ങിക്കാൻ പാടില്ല, അത് നീ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. അവൻ ആ ജോലിയിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. നീ എനിക്ക് വേണ്ടി ഒരു സഹായം മാത്രം ചെയ്താൽ മതി, അവനെ നല്ല രീതിക്ക് പോകാനായിട്ട് മനസ്സമാധാനമായിട്ട് അവിടുന്ന് പോകാനായിട്ട് സമ്മതിച്ചാൽ മാത്രം മതി എന്ന് പറയും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് വീണ്ടും ഉറപ്പ് കൊടുത്തിട്ടാണ് അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. സാമുവൽ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ചൂളിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസമായിട്ടും സൂക്ചൂള് നിങ്ങളുടെ ആരുടെയും കോൾസ് അറ്റൻഡ് ചെയ്തില്ലേ, എന്തുകൊണ്ടാണ് അവനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തത്, എത്രയും പെട്ടെന്ന് അവനെ ഓഫീസിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ച് വഴക്ക് പറയും. സാമുവലിന് ദേഷ്യം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന തൊട്ട് യൂഞ്ചി അയാളുടെ അടുത്ത് പറയുന്നത് എനിക്ക് സൂക്ചൂളിനെ സംശയമുണ്ട്, മൊത്തത്തിലുള്ള പെരുമാറ്റമൊക്കെ സംശയാസ്പദമാണ്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ സൂക്ചൂളിനെ അവിടെ ഒന്നും കാണാറില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഗ്യാങ് മെമ്പർ അവനെ വഴക്ക് പറയും. നീ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കാണാതാവുന്നത് നിന്നെയാണ്, നീയാണ് കുറെ ദിവസത്തേക്ക് വരാത്തത്, അല്ലെങ്കിൽ പ്രശ്നമുള്ളപ്പോൾ അവിടെ ഇല്ലാത്തതെന്ന് പറയും. കൂടുതൽ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ബഹളം ഉണ്ടാകണ്ട, സൂക്ചൂളിനെ വീണ്ടും പോയി വിളിച്ചു നോക്കാനായിട്ട് പറഞ്ഞിട്ട് ഇയാള് ഗ്യാങ് മെമ്പർ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ യൂജിയെ വീണ്ടും അകത്തേക്ക് വിളിക്കും. നിനക്ക് സംശയം ഉണ്ടല്ലേ, സൂക്ചൂളിനെ നിനക്ക് സംശയം ഉണ്ടല്ലേ എന്ന് ചോദിച്ച് ഉറപ്പിക്കും. ഇവനാണെങ്കിൽ കൂട്ടത്തിൽ നിന്ന് സാധിക്കുവാണല്ലോ, എങ്ങനെങ്കിലുമൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ എനിക്ക് സംശയം ഉണ്ടെന്ന് സമ്മതിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. മിയോങ് അവിടുന്ന് താമസം മാറുവാണ്. അവളുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് ജാൻഹോക്കും ആൾക്കാരും താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവരെ രണ്ടുപേരും കൂടി ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അവളുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം, വേറെ സ്ഥലങ്ങളൊന്നുമില്ല, അവർക്കറിയാവുന്ന ആൾക്കാരും ഇല്ല. പക്ഷെ ഇവരെല്ലാം നല്ല സ്നേഹത്തോടെയാണ് ഇവരോട് പെരുമാറുന്നത്. ബുദ്ധിമുട്ടിക്കേണ്ടി വന്നാലും ക്ഷമിക്കണമെന്ന് സൂക്ചൂള് പറയുമ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല, ഒന്ന് പോയി റിലാക്സ്ഡ് ആയിട്ട് തിരിച്ചു വരൂ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം, വന്നു കഴിയുമ്പോൾ കൂടുതൽ പണിയെടുക്കണമെന്നേ ഉള്ളൂ എന്ന് അയാള് തമാശയായിട്ട് പറയും. ഇവൻ മിയോങ്ങിനെ പോയി കണ്ടിട്ട് ഞാൻ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകും. അവൻ വിളിക്കുന്നത് ടേഹൂണിനെയാണ്, എനിക്കൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറയും. സൂക്ചൂള് ടേഹൂണിന്റെ ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. ഇവൻ ചെല്ലുന്നുണ്ടെ പറയുന്നത് ഞാനും മിയോങ്ങും ബ്രേക്കപ്പ് ആയി, അതിന് പിന്നില് കാരണം നീയാണെന്ന് എനിക്കറിയാമെന്ന് പറയും. അപ്പം ടേഹൂൺ ഒന്നും മിണ്ടത്തില്ല. നിനക്ക് മിയോങ്ങിനെ ഇഷ്ടമാണോ എന്ന് സൂക്ചൂള് ചോദിക്കുമ്പോൾ എന്താ എനിക്ക് ഇഷ്ടപ്പെടാൻ പാടില്ലേ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. നീ പറഞ്ഞതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയെന്ന് എനിക്കറിയാം, അങ്ങനെ ഒരു ഡിസിഷൻ പറഞ്ഞപ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് സമ്മതിച്ചത്. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ പിരിയാനായിട്ട് പോകുന്നില്ല എന്ന് സൂക്ചൂള് പറയും. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, ഇങ്ങനെയാണ് നീ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നതെങ്കിൽ ശരിക്കും നിനക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നു ടേഹൂൺ പറയുന്നുണ്ടേ. നീ അങ്ങനെ ഒരു വ്യക്തിയല്ല എന്ന് എനിക്കറിയാം, ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ശത്രുക്കളാവും എന്നാണോ നീ പറയുന്നത്? അല്ലല്ലോ, നമ്മൾ പണ്ട് മുതലേ അറിയുന്ന ആളുകളാണ്, നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, നമുക്ക് പണ്ടത്തേതുപോലെ തിരിച്ചു പോകാനായിട്ട് പറ്റും എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ടേഹൂണിന് ഫീൽ ചെയ്യും. നീ പറയുന്നോട്ട് ഞാൻ ചെയ്താൽ എനിക്ക് തിരിച്ചെന്താണ് കിട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. നിനക്ക് റിലാക്സ് ചെയ്യണമെന്നോ ആരോടെങ്കിലും ഉള്ളുറന്ന് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ വിളിക്കാൻ പറ്റിയ വിശ്വസിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ട് ആയിരിക്കും എപ്പോഴും ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് സൂക്ചൂൾ അവിടുന്ന് പോകുന്നത്. ടേഹൂൺ അത് വല്ലാതെ ഫീൽ ചെയ്യും. അവനൊരു നല്ല ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അവൻ വിളിക്കുന്നത് സൂക്ചൂളിനെ ആണല്ലോ. സോക്കിങ്ങിന്റെ കുട്ടി പഠിക്കാൻ മിടുക്കനാണ്. ക്ലാസ്സിൽ ടെസ്റ്റിന് ഫുൾ മാർക്സ് കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്കും സോക്കിങ്ങിന് ഭയങ്കര സന്തോഷമാവും. ഇതുവരെ കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നതെന്നും സോക്കിങ്ങിന് അറിയത്തില്ലല്ലോ. അങ്ങനെ കുട്ടിയെ വിളിച്ചുകൊണ്ട് കൺവീനിയൻസ് സ്റ്റോറിൽ പോയി അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. അതിനുശേഷം ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടി പറയുന്ന നമ്പറിലുള്ള ലോട്ടറി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്
സോഹി വിളിക്കുന്നത്. മീറ്റ് ചെയ്യണം എന്ന് പറയും. എന്നിട്ട് വീടിന്റെ കടം വീട്ടാനായിട്ട് അവളുടെ കയ്യിലുള്ള പൈസ കൊടുക്കും. അതിനൊരു എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനായിട്ട് സോഹിങ്ങിന് ബുദ്ധിമുട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ പൈസ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ US പോകാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്നതാണെന്ന് സോഹി പറയും. അപ്പൊ സോഹിങ് അത് വാങ്ങിക്കാൻ വീണ്ടും വീണ്ടും അടിക്കുമ്പോഴത്തേക്കിനും കുഴപ്പമില്ല, നീ എടുത്ത് ലോട്ടറി എനിക്ക് തന്നാൽ മതി, അതെനിക്ക് അടിക്കുവാണെങ്കിൽ ഞാൻ അതുകൊണ്ട് US പഠിക്കാൻ പൊക്കോളാം, നീ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഇതെനിക്ക് പൈസ നീ പതുക്കെ തിരിച്ചടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് ഒക്കെ എഴുതും രണ്ടുപേരും. അച്ഛനും ഫ്രണ്ടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടിക്കിന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് അച്ഛൻ പറയും. ഫ്രണ്ടിന് കേൾക്കുമ്പോൾ വിഷമാവും, കാരണം അത്രയും പൈസ വാങ്ങിച്ചിട്ട് അത്രയും ഇൻട്രസ്റ്റും ഒക്കെ തിരിച്ചടയ്ക്കണ്ടേ, എങ്ങനെ അടയ്ക്കും എന്നുള്ള ചിന്ത അയാൾക്കും ഉണ്ട്. അന്നേരമാണ് ബാങ്ക് എന്നൊരു മെസ്സേജ് വരുന്നത്. അതെന്താണെന്ന് അച്ഛന് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഫ്രണ്ടിനെ കാണിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അമ്മ ഓടി വന്നിട്ട് പറയും, നമ്മുടെ വീടിന്റെ ലോൺ എല്ലാം അടച്ചു തീർത്തു, സോഹിയാണ് അടച്ചതെന്ന് പറയും. US പോകാൻ മാറ്റി വെച്ചിരുന്ന പൈസ അടച്ചിട്ടാണ് അവൾ കടം വീട്ടിയതെന്ന് അമ്മ പറയും. അത് കേൾക്കുമ്പോൾ അച്ഛന് സങ്കടമാവും. അച്ഛൻ സങ്കടം എല്ലാം ഫ്രണ്ടിന്റെ അടുത്താണ് പറഞ്ഞു തീർക്കുന്നത്. അവളുടെ നല്ലൊരു ഭാവി കളഞ്ഞിട്ടാണ് ഇത് ചെയ്തത്, എനിക്കൊരു ഹെൽപ്പും ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ, ചെറുതായിരുന്നപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മാറാനും എനിക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ സങ്കടപ്പെട്ടിരിക്കും. അപ്പൊ അതൊന്നും സാരമില്ല, എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, എന്തെങ്കിലും വഴി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് ആശ്വസിപ്പിക്കും. സാങ്കുൾ എവിടുന്ന് ഓഫീസിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്കും ചെയർമാൻ അകത്തുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് ബാക്കിയുള്ള മെമ്പേഴ്സ് പറയും. ഇയാൾ അകത്ത് ചെന്ന് നോക്കുമ്പോൾ ചെയർമാനെ കസേരയിൽ കാണത്തില്ല. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഇവന്മാർക്ക് അറിയത്തില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് തിരിഞ്ഞു പോകാനായിട്ട് തുടങ്ങുന്നുണ്ടേ ചെയർമാൻ അവിടെ തറയിൽ വീണ് കിടക്കുന്നത് ഇയാൾ കാണും. ഇയാൾ പെട്ടെന്ന് തന്നെ ഫോൺ വിളിക്കാനായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും എന്തോ ആലോചിച്ചിട്ട് വിളിക്കത്തില്ല. എന്നിട്ട് പതുക്കെ പോയി കസേരയിലൊക്കെ ഇരുന്ന് എല്ലാം ഒന്ന് നോക്കി അവിടെ എല്ലാം നോക്കി പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ചെയർമാൻ ഇവിടെ വയ്യാതെ കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കണം. അയാളുടെ സമയമൊക്കെ എടുത്ത് കുറെ നേരം കഴിഞ്ഞിട്ട് പതുക്കെയാണ് ആംബുലൻസ് വിളിക്കുന്നത്. പെട്ടെന്ന് വരണം, ഇന്നതാണ് അഡ്രസ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അന്നേരത്തേക്ക് കുറെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ ഡോക്ടർ നോക്കി കഴിഞ്ഞിട്ട് ആളുടെ ബന്ധുവാണോ എന്ന് ചോദിക്കും. അപ്പൊ അതെ, ഞാൻ ഫാമിലി ആണെന്ന് ഇയാൾ പറയുന്നുണ്ടേ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം എന്ന് പറയും. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടേ, ഇതുപോലെ തലയിൽ ട്യൂമറാണ്, സർജറിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, ഫാമിലി ആണെന്നല്ലേ പറഞ്ഞത്, പറഞ്ഞ് സമ്മതിപ്പിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാണെന്ന് പറയും. അപ്പൊ ഇയാൾക്ക് ഉടനെ അറിയേണ്ടത് ഈ പറഞ്ഞതിന്റെ അർത്ഥം കുറച്ചു നാളും കൂടിയേ ചെയർമാൻ ജീവിച്ചിരിക്കത്തുള്ളൂ എന്നാണോ എന്ന് ചോദിക്കും. അപ്പം ഡോക്ടർ അതിന് മറുപടി ഒന്നും പറയത്തില്ല. പക്ഷെ ഡോക്ടറുടെ മുഖത്ത് നിന്ന് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നല്ല സന്തോഷത്തിലാണ് അയാൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. ഈ സമയം അവിടെ എല്ലാം മിയോങ്ങിനെ ചുറ്റി നടന്ന് കാണിക്കുകയാണ് ജാൻ ഹൂക്ക്. അവൻ ഗ്യാങ്ങിൽ നിന്ന് പുറത്തു വരണം എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് അതൊക്കെ ഉപേക്ഷിച്ച് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നല്ല വിൽ പവർ ഉള്ള ആളാണ്, നല്ല ഹാർഡ് വർക്കിംഗ് ആണെന്നൊക്കെ അയാള് സൂക്ഷിനെ പറ്റി നല്ല കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് അവൻ ഡ്രസ് ചെയ്യാനും ബുക്സ് ഒക്കെ വായിക്കാനും ഒക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കും. കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തോളൂ, വരുന്നത് വരെ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പോകും. സോക്കിയുടെ ട്രിപ്പ് പോകാനായിട്ട് ഡ്രസ് എല്ലാം അടുക്കി വെച്ചോണ്ടിരിക്കുകയാണ്. അന്നേരം സോക്കി അവിടേക്ക് വരും. എന്തായാലും മിയോങ്ങിന്റെ കൂടെ പോകാൻ തീരുമാനിച്ചത് നന്നായി, അവൾക്ക് വേറെ ആരും ഇല്ല, കുറച്ച് ദിവസം മാറി നിൽക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകേണ്ടി വന്നാൽ സങ്കടമുണ്ട് സൂക്ഷിച്ചുള്ള, അതൊന്നും കാര്യമാക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സോക്കി ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത്. എല്ലാം റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മിയോങ്ങിന്റെ കോള് വരും. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്താം എന്ന് പറഞ്ഞിട്ട് ഇവൻ കോള് കട്ട് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും ഗ്യാങ് മെമ്പേഴ്സ് എല്ലാം ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അവന്റെ വഴി തടഞ്ഞാണ് നിൽക്കുന്നത്. കുറെ പേരുണ്ട്, എന്ത് വന്നാലും അവനെ കൊണ്ടുപോകും എന്ന രീതിയിൽ റെഡി ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഓഫീസിലേക്ക് വരണം എന്ന് യൂഞ്ചി പറയുന്നുണ്ടേ. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കും. സാങ്കളുടെ ഓർഡർ ആണ്, ഇല്ലാതെ തിരിച്ചു ചെല്ലാൻ പറ്റത്തില്ല, വന്നാലേ പറ്റത്തുള്ളൂ എന്ന് അവര് മറുപടി പറയും.